അങ്ങനെ അഗ്നിപരീക്ഷ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണും. അപ്പം അതിൽ എനിക്കൊരു രസകരമായിട്ടൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഖിൽ മാരാറുണ്ട്, റിയാസ് ഉണ്ട്, രഞ്ജനയുണ്ട്. അവർ തമ്മിൽ പരസ്പരം പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്, പല കാര്യങ്ങളും പരസ്പരം അംഗീകരിക്കാത്ത കാര്യങ്ങളുമുണ്ട്. അത് ഷോയിൽ റിയാസ് ഗസ്റ്റായിട്ട് വന്നപ്പോഴും അഖിൽ മാരാറിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ജഡ്ജസ് തമ്മിലും ഒരു പോര് നടക്കുന്നുണ്ട്. അവർ ചെറിയൊരു കുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സീരിയസ് ആയിട്ടായിരിക്കില്ല. ഷോയുടെ ഒരു മുന്നോട്ട് പോക്കിനും ഒരു എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ അറിഞ്ഞു പറയുന്നതാവാം, ചിലപ്പോൾ അറിയാതെ പറയുന്നതാവാം. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഇപ്പോൾ ടോട്ടൽ 40 പേരിൽ 20 പേരെ ഒരു ടാസ്കിലൂടെ, മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു ടാസ്കിലൂടെ, അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ 20 പേരെ പിന്നീട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് 20 പേരെ 3 ടീമായിട്ട് തിരിക്കുകയാണ്. അതിലിപ്പോൾ റിയാസിന് കുറച്ച് പേരെ സെലക്ട് ചെയ്യാം, അഖിൽ മാരാർക്ക് കുറച്ച് പേരെ സെലക്ട് ചെയ്യാം, രജനി ഹരിദാസിനും സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം ആരാണോ നൽകുന്നത്, കൈവക്കുന്നത്, അവരെയാണ് ഓരോ ആളുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അഖിൽ മാരാർ ഒരു ക്വസ്റ്റ്യൻ റിയാസിനിട്ടൊരു പണി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. റിയാസിന്റെ സീസണിൽ റിയാസിനെ അടിച്ചിരുത്തണമെന്ന് തോന്നിയത് ആരാന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ വിളിക്കുന്നുണ്ട്. അതിന് പകരം റിയാസ് വിളിക്കുമ്പോൾ റിയാസ് ചോദിക്കും അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സിനോട് താല്പര്യമില്ലാത്ത ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി കൈവെക്കുന്നു. ആ പെൺകുട്ടിയെ റിയാസ് ടീമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം ടാസ്കുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ ടീമും ഇൻഡിവിജ്വൽ ടാസ്ക്കാണ്. ഇൻഡിവിജ്വൽ മീൻസ് ഇപ്പോൾ റിയാസിന്റെ ടീമാണെങ്കിൽ ആ ടീം തമ്മിൽ മത്സരിച്ചിട്ട് അതിൽ ആണ് വിന്നറെ കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ വിന്നറെ കണ്ടെത്തുന്നതിൽ അവർക്കൊരു സ്പെഷ്യൽ പെൻഡുലം, പല പ്രിവിലേജസും പല പവറുള്ള ഒരു പെൻഡുലം അവർക്ക് കിട്ടുന്നുണ്ട് അതിൽ വിജയിക്കുന്നവർക്ക്. അതെന്തൊക്കെയാണ് അതിന്റെ പവർ എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ അവര് ഒരു ടീമിന്റെ ആളുകളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയാസ് ഇപ്പോൾ സെലക്ട് ചെയ്ത ടീമുകൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരുടെ പോസിറ്റീവും പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ റിയാസിന്റെ ടീമിലെ ആളുകളെ പറഞ്ഞു തുടങ്ങുമ്പോൾ റിയാസ് ഈ ഒരു പ്രത്യേക പെൺകുട്ടി അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്നുള്ള ആ പെൺകുട്ടീനോട് റിയാസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാണ് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന്. റിയാസ് വിചാരിച്ചു റിയാസിനെ പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. കാരണം അഖിൽ മാരാറിനെതിരെയാണ് ആ കുട്ടി പറഞ്ഞിട്ടാണ് റിയാസ് സെലക്ട് ചെയ്തത്. പക്ഷെ ആ കുട്ടി പറയും എനിക്ക് അഖിൽ മാരാറെ അറിയാം. അഖിൽ മാരാറെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ റിയാസിന്റെ ഫേസ് ഒന്ന് കണ്ടായിരുന്നു റിയാസ്. പിന്നെന്തുകൊണ്ട് നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ. അല്ലെങ്കിൽ അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഷോയില്, ബിഗ് ബോസ് ഷോയിലെ പൊളിറ്റിക്സ് അല്ല അവരുദ്ദേശിച്ചത്, പുറത്തുള്ള രാഷ്ട്രീയം. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലും ആ ഒരു രാഷ്ട്രീയത്തെയാണ് അവർ എതിർക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അഖിൽ മാരാറിന് കിട്ടിയ ഒരു ചാൻസാണ്. അഖിൽ മാരാർ പറയുന്നു റിയാസിന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇതൊക്കെ ഒരു തമാശയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. റിയാസ് അതിന് പ്രതികരിക്കുന്നില്ല. റിയാസ് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലും ചെറിയ ഒരു മത്സരം നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു പെൻഡുലം വിജയിച്ച് ഒരു മത്സരാർത്ഥി വരുമ്പോൾ അവർ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അഖിൽ മാരാർ പറയുന്നത് ഇവിടെ സംസാരമാണ് കാര്യം ബിഗ് ബോസിൽ നല്ല സൗണ്ട് ഉണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽ മാരാർ അപ്പോഴും ഒരു കൊട്ട് റിയാസിന് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇവർ പറയുന്നുണ്ട് അല്ല സൗണ്ട് മാത്രമല്ല ടാസ്ക് വിജയിക്കണം, ടാസ്കും കൂടി ഇതിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട് ടാസ്ക് അല്ല ഇവിടെ പ്രധാനം, ഇവിടെ സൗണ്ടാണ് പ്രധാനം, അല്ലെങ്കിൽ സംസാരമാണ് പ്രധാനം. കാരണം ഒരു ടാസ്കും ചെയ്യാത്ത ഒരാൾ എവിടെ ഇരിക്കുന്നുണ്ട്, എന്നിട്ടും ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 5 5th പൊസിഷനിൽ എത്തിയ ഒരാളോട് ഇരിക്കുന്നുണ്ടെന്ന് റിയാസിന് വീണ്ടും ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രഞ്ജിനി ഹരിദാസ് മറുപടി പറയുന്നുണ്ട് വലിയ വലിയ ഒച്ച ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ മത്സരം വിജയിക്കാത്ത ആള് കൂടി ഇരിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അഖിൽ മാരാറിനും ചെറിയൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഇന്റേണലി ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കൊട്ടലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് പരിധി വിട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊരു തമാശ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷേ എന്തായാലും പ്രേക്ഷകർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഷോ തന്നെ മിക്കതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും ഒക്കെയാണല്ലോ ഇവിടുത്തെ ഒരു ഷോ. ഈ ടാസ്കും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആളുകൾ പ്രധാനമായിട്ടും അതിൽ വാച്ച് ചെയ്യുന്ന ഇവ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് കാണാം ഇനി ജഡ്ജസ് തമ്മിലൊരു പോരിലേക്ക് വരുമോ, അവർ തമ്മിലൊരു വാഗ്വാദത്തിലേക്ക് വരുമില്ല എന്നൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കുത്തലും കൊടുക്കലും വാങ്ങലൊക്കെ ജഡ്ജസിന്റെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.